ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ ആദ്യത്തെ വീഡിയോ ഒരു ഹാൻഡ് മെയ്ഡ് ഇയറിങ്സിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് ആദ്യം നമുക്ക് നോക്കാം. ആദ്യം തന്നെ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് അല്ലെങ്കിൽ OHP ഷീറ്റ് എന്ന് പറയും, ഈ ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് B7000 ഗ്ലൂ എടുത്തിട്ടുള്ളത് കുന്തൻ സ്റ്റോൺസ് ആണ്. ഒരേ ഷേപ്പിലുള്ളതാണ്, പക്ഷേ സൈസ് തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. അത് ഒരു 8 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ 2 ചെറിയ ഗോൾഡൻ ബീഡ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്റ്റോണിൻ്റെ ചെയിൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഗോൾഡൻ ബോൾസും കൂടെ ആഡ് ആയിട്ടുള്ള ഇതുപോലൊരു ചെയിൻ കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ 2 ഐ പിന്നും ഇയർ സ്റ്റഡും കൂടി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫ്ലെയർ ആണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഈ ഇയറിങ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. അപ്പോൾ നമുക്കിനി ഇയറിങ്സ് ഉണ്ടാക്കുന്നതിലേക്ക് കടക്കാം. അപ്പം ഞാൻ OHP ഷീറ്റ് എടുത്തിട്ട് അതിൽ ഇതാ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മുടെ നേരത്തെ കാണിച്ച ആ ഗോൾഡൻ ചെറിയ 2 ബോൾസ് ഉണ്ടായിരുന്നില്ലേ, അപ്പോൾ അത് ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഗ്ലൂ സ്റ്റിക്ക് പെന്ന് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഈ പെന്നിൻ്റെ സെൻറ്ററിലൊരു ഗ്ലൂ ഉണ്ട്. അപ്പോൾ ആ ഗ്ലൂവിൽ ഒട്ടിപ്പിടിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് കയ്യിലൊന്നും ആവാതെ നമുക്കിത് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച സ്റ്റോണിൻ്റെ ചെയിനിൽ 2 സ്റ്റോൺ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ബട്ടർഫ്ലൈ തീമാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പീസ് എടുത്തിട്ടുള്ളത്. ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് കുറേ നാളായിട്ട് കണ്ടിട്ട് ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് എടുത്ത് വെച്ചൊരു മോഡലായിരുന്നു ഇത്. അപ്പോൾ ഞാൻ സ്റ്റോൺ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേ സ്റ്റഡിനും കൂടെ വേണ്ടിയിട്ട് ഇതുപോലെ സെയിം മെത്തേഡിൽ ഒന്നും കൂടെ സ്റ്റോണും ബോൾസും ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ 2 സൈഡ് വശത്തും ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ ആദ്യം തന്നെ മുകൾ വശത്ത് നമ്മുടെ നേരത്തെ കാണിച്ച കുന്തൻ സ്റ്റോൺസ് ആണ് വെച്ച് കൊടുക്കുന്നത്. 2 സൈസിലുള്ളതാണ്. ഐ ഷേപ്പിൽ വരുന്ന 8Kൻ്റെ കുന്തൻ സ്റ്റോൺ ആണ് മുകളിൽ വെച്ച് കൊടുത്തത്. താഴെ വെച്ച് കൊടുത്തത് അതിൻ്റെ 6Kയിൽ വരുന്ന ഐ ഷേപ്പിലുള്ള കുന്തൻ സ്റ്റോൺ ആണ്. അപ്പോൾ ഇതുപോലൊരു ബട്ടർഫ്ലൈ മോഡലിൽ ചെയ്തെടുത്തിട്ടുണ്ട്. സെയിം മെത്തേഡിൽ തന്നെ നമുക്ക് മറ്റേതും ചെയ്തെടുക്കാം. അപ്പോൾ 2 എണ്ണവും ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇനി നമ്മൾ ഇയറിങ്സിൻ്റെ താഴെ ഇതുപോലൊരു ഹാങ്ങിങ് കൊടുക്കുന്നുണ്ട്. ഈ ഗോൾഡൻ ചെയിൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 4 പീസാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക് പ്ലെയർ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ 2 സൈസിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഒന്ന് ചെറുതും ഒന്ന് വലുതുമായിട്ടാണ് ഇത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതുപോലെ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ നേരത്തെ എടുത്ത ഐ പിന്നിൽ ഇത് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഐ പിന്ന് കുറച്ചൊന്ന് അകത്തിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് 2 എണ്ണം. അപ്പോൾ 2 എണ്ണം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ ചെയ്ത ഷീറ്റ് ഉണങ്ങിയിട്ടുണ്ട്. അത് നമുക്ക് ഓരോന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ട്രിമ്മർ വെച്ചിട്ടാണ് കട്ട് ചെയ്തത്. ട്രിമ്മറിനെ കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് നല്ല നീറ്റായിട്ട് സൈഡിലൊക്കെ നല്ല ഡീപ്പായിട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നോർമൽ കത്രിക ഉപയോഗിക്കുമ്പോൾ എനിക്ക് അത്ര പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്ത് എടുക്കാൻ കിട്ടാറില്ല. അതുകൊണ്ട് ഞാൻ ട്രിമ്മർ വെച്ചിട്ടാണ് എപ്പോഴും കട്ട് ചെയ്തെടുക്കാറ്. അപ്പോൾ 2 പീസ് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഐ പിന്നിൻ്റെ ലെങ്ത്ത് കുറച്ച് കൊടുക്കാം. നമുക്ക് ഇത്രയും നീളത്തിൻ്റെ ആവശ്യമില്ല ഐ പിന്നിന്. നമ്മളെ സ്റ്റഡ് കുറച്ച് ചെറുതല്ലേ, അപ്പോൾ ഐ പിന്ന് അതിനനുസരിച്ചിട്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റഡിൻ്റെ ബാക്കിൽ ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇയർ സ്റ്റഡ്സ് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതിൽ ഐ പിന്ന് വെച്ച് കൊടുക്കാം. ഐ പിന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ചെരിച്ചിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. നമുക്കിത് നേരെ വെച്ച് കൊടുക്കാൻ പറ്റില്ല, പക്ഷേ ചെരിച്ചിട്ട് വെച്ചാലും നമുക്ക് ആ ഹാങ്ങിങ് കറക്റ്റായിട്ട് തന്നെ കിട്ടും. അപ്പോൾ വേണമെങ്കിൽ നമുക്കിതിൻ്റെ ബാക്കിൽ വാക്സ് ഷീറ്റ് ഒട്ടിച്ച് കൊടുക്കാം. ഞാനപ്പോൾ ഇതിലൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് കമ്മലിൻ്റെ ഫൈനൽ ലുക്ക് ഒന്ന് കണ്ടാലോ. അപ്പോൾ ഇതുപോലെയാണ് കമ്മൽ വന്നിട്ടുള്ളത്. നമുക്ക് ട്രഡീഷണൽ ആയിട്ടും അല്ല പാർട്ടി വെയറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയൊരു സിമ്പിളായിട്ടുള്ളൊരു മോഡലാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ. താങ്ക്